ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബീട്രൂട്ട് പച്ചടിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടതനുസരിച്ചിട്ട് ഞാനിന്ന് അത് വീഡിയോ ആക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വളരെ ഫാസ്റ്റിൽ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പച്ചടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതൊന്ന് പീൽ ചെയ്തെടുക്കാം. നമുക്കിതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. കഷ്ണങ്ങളാക്കിയ ബീട്രൂട്ടിനെ എല്ലാം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അരച്ചു കൊണ്ടുവന്ന ബീട്രൂട്ടിനെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ബൗള് കഴുകൊന്നും വേണ്ട. അതിലേക്ക് ഒരു ചെറിയ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കാം. 3-4 കഷ്ണം ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ജീരകം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊരു പേസ്റ്റാക്കി കൊണ്ടുവരാം. നമുക്കൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി എല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അതിൻ്റെ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ വേണം അത് വറ്റിച്ചെടുക്കേണ്ടത്. വെള്ളം ഒട്ടും കാണരുത്. ഇനി നമുക്ക് 1 സ്പൂൺ പച്ചക്കടുക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചക്കടുക് ആദ്യം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ലാസ്റ്റ് നമ്മൾ പച്ചക്കടുക് ഇടുന്നത്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിവിടെ നിന്നൊന്ന് തണുക്കട്ടെ. നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവി എല്ലാം തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരിക്കലും ഒത്തിരി പുളിയുള്ള തൈര് നിങ്ങൾ ചേർക്കരുത്. പച്ചടിക്ക് എപ്പോഴും ഒരു മീഡിയം പുളിയേ ആകാവുള്ളൂ. ഈ രീതിയിൽ വേണം നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇരിക്കേണ്ടത്. നമുക്കിതിനകത്ത് ഒരു കടുവും കൂടെ താളിച്ച് ചേർക്കാം. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.